ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവുമായി ചർച്ച ചെയ്യും. ഭീകരവാദത്തിനെതിരായ ശക്തമായ നിലപാട് വ്യക്തമാക്കി ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പര്യടനം തുടരുന്നു. കനത്ത മഴയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപക നാശനഷ്ടം, സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ റെയിൽവേ വികസനം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ റെയിൽവേ വികസന വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുമെന്നാണ് വിവരം. ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിലാണ് കൂടിക്കാഴ്ച. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനായി MPമാരുടെ നേതൃത്വത്തിലുള്ള 7 സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വിദേശ പര്യടനം തുടരുന്നു. കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പ്രതിനിധി സംഘം ബ്രസീലിൽ നിന്നും ഇന്ന് അമേരിക്കയിലെത്തും. വാഷിംഗ്ടണിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി പ്രതിനിധി സംഘം സംവദിക്കും. പാകിസ്ഥാൻ പ്രതിനിധി സംഘവും ഇതേ ദിവസം വാഷിംഗ്ടണിലെത്തുന്നത് വിഷയത്തിന് കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ സഹായകമാകുമെന്ന് ശ്രീ തരൂർ പറഞ്ഞു. In Washington, we have meetings set up with the entire range of public opinion, government officials, legislators, that is senators and congressmen, various committees in the House and the Senate. It's a challenging environment. America is a very crowded media space. If we can get the attention of those who care about South Asia, those who care about India, those who care about terrorism, we can get our message across. സുപ്രിയ സുലെ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈജിപ്തിൽ പര്യടനം തുടരുകയാണ്. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ലൈബീരിയൻ പ്രസിഡന്റ്, വിദേശകാര്യമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. സന്ദർശിച്ച എല്ലാ രാജ്യങ്ങളും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതായി ശ്രീ ഷിൻഡെ പറഞ്ഞു. റഷ്യ, ലാത്വിയ, സ്ലൊവേനിയ, ഗ്രീസ്, സ്പെയിൻ എന്നിവിടങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കിയ DMK MP കനിമൊഴി കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ഇന്ന് തിരികെ ഇന്ത്യയിലെത്തും. ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, അൾജീരിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘവും ഇന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. കനത്ത മഴയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപക നാശനഷ്ടം. അസമിലെ 5 ജില്ലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി തുടരുകയാണ്. 12,600 ഹെക്ടറിലധികം ഭൂമിയിൽ വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മിന്നൽ പ്രളയത്തിനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നതിനും സാധ്യതയുണ്ടെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അസമിൽ 5 ലക്ഷത്തോളം പേരെയാണ് പ്രളയം ബാധിച്ചത്. ബ്രഹ്മപുത്ര ഉൾപ്പെടെയുള്ള നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. നാഗാലാൻഡിലെ കിസാമയ്ക്ക് സമീപം ദേശീയപാത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു. കനത്ത മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും സാഹചര്യത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് അസം, സിക്കിം മുഖ്യമന്ത്രിമാരുമായി സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരിതബാധിത സംസ്ഥാനങ്ങൾക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകിയ പ്രധാനമന്ത്രി ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും പിന്തുണ അറിയിച്ചതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. സിക്കിമിലെ സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായി സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് പറഞ്ഞു. ബീഹാറിലെ സീവാൻ ജില്ലയിൽ മഴക്കെടുതികളിൽ 7 മരണം. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണുണ്ടായ അപകടങ്ങളിലാണ് മിക്കവർക്കും ജീവൻ നഷ്ടമായത്. വ്യാപക നാശനഷ്ടങ്ങളും മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് നിലവിൽ 4026 പേർ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ തുടരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേരളത്തിൽ 1416 പേർക്കാണ് രോഗബാധ. കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ മഹാരാഷ്ട്രയാണ് 2ാം സ്ഥാനത്ത്. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പകർച്ചപ്പനി ലക്ഷണവുമായി എത്തുന്നവരിൽ 5% പേർക്ക് കോവിഡ് പരിശോധന നടത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ഇതിനായുള്ള സൌകര്യങ്ങൾ എല്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. നിലവിൽ മഹാരാഷ്ട്രയിൽ 506 കോവിഡ് ബാധിതരാണ് ഉള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. 19 പേരാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. മറ്റന്നാൾ വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. നിലമ്പൂരിൽ ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. 23-ന് വോട്ടെണ്ണൽ നടക്കും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഈ മാസം 9-ന് ആരംഭിക്കും. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് നീങ്ങിയതോടെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നലെയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയത്. മോശം കാലാവസ്ഥയും കപ്പലപകടവും മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. പ്രതികൂല കാലാവസ്ഥ മൂലം മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയതും കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടൽ മത്സ്യത്തിന് പ്രിയം കുറഞ്ഞതും ഇത്തവണ ട്രോളിംഗ് നിരോധനത്തിന് മുൻപേ കൊല്ലം തീരമേഖലയെ വറുതിയിലാക്കി. ഇടവപ്പാതിക്ക് മുന്നേ മഴ കിട്ടി കടൽ തണുത്തപ്പോൾ കൂടുതൽ മീൻ ലഭിക്കേണ്ട നാളുകളിൽ കടലിൽ പോകാൻ സാധിക്കാഞ്ഞത് മത്സ്യത്തൊഴിലാളികളെ നിരാശരാക്കി. ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതിന് മുൻപ് അവശേഷിക്കുന്ന വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലാണ് യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയുടെ പ്രതീക്ഷ. തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചരക്ക് കപ്പൽ മുങ്ങിയതിന് 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിനുള്ളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നീറ്റ് PG എൻട്രൻസ് പരീക്ഷ മാറ്റിവെച്ചു. ഈ മാസം 15-ന് നടത്താനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നീറ്റ് PG പരീക്ഷ ഒറ്റ ഷിഫ്റ്റിൽ നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനായി കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ISIയുമായി ബന്ധമുള്ള ഗഗൻദീപ് സിംഗ് എന്നയാളെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന തന്ത്രപ്രധാന വിവരങ്ങൾ ഇയാൾ ചോർത്തിയതായും പോലീസ് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാലയളവിൽ ഉൾപ്പെടെ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇയാൾ പങ്കിട്ടിരുന്നതായും പോലീസ് പറയുന്നു. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും 20-ലധികം ISI പ്രവർത്തകരുടെ ഇന്റലിജൻസ് വിശദാംശങ്ങളും കോൺടാക്ട് വിവരങ്ങളും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ തുടക്കമാകും. മിനായിലെ തമ്പുകളിൽ തീർത്ഥാടകരെത്തുന്നതോടെയാണ് കർമ്മങ്ങൾ ആരംഭിക്കുക. നാളെ മുഴുവൻ സമയവും തീർത്ഥാടകർ മിനായിൽ പ്രാർത്ഥനയിൽ കഴിയും. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം മറ്റന്നാൾ നടക്കും. 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അറഫ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബും രജത് പാട്ടീദാറിന്റെ നേതൃത്വത്തിലുള്ള ബംഗളൂരുവും കളിക്കളത്തിലിറങ്ങുന്നത്. ഏത് ടീം ജയിച്ചാലും IPL ചരിത്രത്തിലെ പുതു ചാമ്പ്യന്റെ പിറവിയായിരിക്കും ഇതെന്ന പ്രത്യേകതയും ഇക്കുറി ഫൈനലിനുണ്ട്. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ PV സിന്ധു ജപ്പാൻ താരം നൊസോമി ഒക്കുഹാരയെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ ചൈനയുടെ ഷി യൂക്കിയോട് പരാജയപ്പെട്ടു. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഷെഡ്യൂൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 30 മുതൽ നവംബർ 2 വരെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി 5 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യയ്ക്ക് പുറമെ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലൻഡ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ ടീമുകൾ വനിതാ ലോകകപ്പിൽ മത്സരിക്കും. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബർബോക്കിനെ തിരഞ്ഞെടുത്തു. 193-ൽ 167 വോട്ടുകൾ നേടിയാണ് വിജയം. സെപ്റ്റംബർ മുതൽ 1 വർഷത്തേക്കാണ് ചുമതല. അന്നലീന ബർബോക്കിനെ റഷ്യ ശക്തമായി എതിർത്തു. റഷ്യക്കെതിരായ പക്ഷപാതപരമായ നിലപാട് ആരോപിച്ചാണ് എതിർപ്പ്. ഇറ്റലിയിലെ മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. യൂറോപ്പിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതമാണ് ഇന്നലെ പൊട്ടിത്തെറിച്ചത്. ഇതേ തുടർന്ന് പുറത്തേക്ക് വമിച്ച ചാരവും പുകയും വിനോദസഞ്ചാരികളിൽ അടക്കം പരിഭ്രാന്തി സൃഷ്ടിച്ചു. അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. തുർക്കി അതിർത്തിക്ക് സമീപം ഗ്രീസിലെ ഡോഡെക്കാനിസ് ദ്വീപുകളിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ന് പുലർച്ചെയാണ് ഉണ്ടായത്. ഇതേസമയം തന്നെ തുർക്കിയിലെ മർമാരിസിൽ 5.8 തീവ്രതയുള്ള മറ്റൊരു ഭൂചലനവും ഉണ്ടായി. സമഗ്രവും സുസ്ഥിരവുമായ ഡിജിറ്റൽ വികസനത്തിനുള്ള പ്രതിബദ്ധത 11ാമത് ബ്രിക്സ് വാർത്താവിനിമയ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ ആവർത്തിച്ച് ഇന്ത്യ. ബ്രസീലിൽ ഇന്നലെ നടന്ന യോഗത്തിൽ സമഗ്രവും പരിവർത്തനാത്മകവുമായ ഡിജിറ്റൽ ഗവേണൻസ് നടപ്പാക്കുന്നതിന് ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ കേന്ദ്ര സഹമന്ത്രി പെമ്മസാനി ചന്ദ്രശേഖർ അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തും. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് വ്യക്തമാക്കി സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പര്യടനം തുടരുന്നു. കനത്ത മഴയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപക നാശനഷ്ടം. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.